എനിക്ക് സംരക്ഷണ തരുന്ന ഒരു കർത്താവുണ്ട്. എന്നെ സംരക്ഷിക്കുവാൻ, എന്നെ സഹായിക്കുവാൻ, എനിക്ക് വേണ്ടി വലിയവ ചെയ്യുവാൻ എനിക്ക് ചുറ്റും സംരക്ഷണം. എത്ര പേർക്ക് ഇന്ന് രാത്രി ഉറപ്പുണ്ട്? ദാവീദിന് പറയുക, പലരും അത് പറയുക, അവനെ ദൈവത്തിങ്കൽ രക്ഷയില്ല. പക്ഷെ ദാവീദിന് ഉറപ്പുണ്ട്. പലരും, നാട്ടുകാരും വീട്ടുകാരും ചാർച്ചക്കാരും എല്ലാവരും അത് പറഞ്ഞാലും എൻ്റെ അകത്തൊരു ഉറപ്പുണ്ട്. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം. ആമേൻ, ഹല്ലേലൂയ. നിന്നെ നോക്കി ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും അകത്ത് വെളിപ്പാട് പ്രാപിച്ച ദൈവമക്കൾ പറയണം, എനിക്കൊരു പരിചയമുണ്ട്, എനിക്കൊരു ഉറപ്പുണ്ട്. കാരണം എൻ്റെ തല ഉയർത്തുന്ന ഒരു കർത്താവുണ്ടെന്ന്, എൻ്റെ തലയെ മാനിക്കുന്നൊരു ദൈവമുണ്ടെന്ന്, എന്നെ ഉയർത്തുന്നൊരു കർത്താവുണ്ടെന്ന്. ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട്? അവർ കരമുയർത്തി കർത്താവിനൊരു നല്ല മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. വേഗത്തിൽ നമ്മുടെ കുറിവാക്യത്തിലേക്ക് നമുക്ക് വരാം. ഹല്ലേലൂയ. വേഗത്തിൽ നമുക്ക് വേദഭാഗം വായിക്കാം. ഹബക്കൂക്ക് പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. ഹബക്കൂക്ക് 2-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ആൻറ്റി. കർത്താവ് സഹായിക്കട്ടെ. വായിച്ച കുറിവാക്യം ഇങ്ങനെ പറയുന്നു: ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അതതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഒത്തിരി തവണ ഈ മെസ്സേജുകൾ, ഇതിനകത്തു നിന്നുള്ള ദൈവവചനങ്ങളൊക്കെ നമ്മൾ ഒത്തിരി തവണ കേട്ടിട്ടുണ്ട്. ഒത്തിരി തവണ നമ്മൾ അതിൻ്റെ മെസ്സേജുകൾ കേട്ടത് എനിക്ക് തോന്നുന്നു ഞാൻ ഇതിന് മുന്നേയും ഒരു തവണ നിങ്ങളോട് ഈ വചനത്തിൽ കൂടെ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധ ആത്മാവ് നിങ്ങളോട് എന്ത് സംസാരിക്കണമെന്ന് എൻ്റെ പ്രാർത്ഥനാമുറിക്കകത്ത് ഇരുന്നപ്പോൾ പരിശുദ്ധ ആത്മാവ് എൻ്റെ അകത്ത് തന്ന ഒരു വേദഭാഗമാണ്. ചേർന്ന് നമ്മളിതിനെ ചിന്തിക്കുകയും അല്പസമയം വചനം ചിന്തിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആമേൻ. ഒരു പദം മാത്രം ഇതിനകത്തുനിന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ വചനത്തിൽ കൂടെ കർത്താവിനോട് പറഞ്ഞൊരു പദം, സമയം തെറ്റത്തില്ല. ആമേൻ. വായ തുറന്നൊന്ന് പറഞ്ഞാട്ടെ, സമയം തെറ്റത്തില്ല. ഹല്ലേലൂയ. സമയം തെറ്റത്തില്ല. നിങ്ങൾക്ക് പറയാനൊരു ധൈര്യമില്ലെന്ന് തോന്നുന്നല്ലോ. ആമേൻ, ഹല്ലേലൂയ. സമയം തെറ്റത്തില്ല. നിൻ്റെ വാഗ്ദത്തം പ്രാപിക്കുവാനുള്ള സമയം തെറ്റുകയില്ല. ആമേൻ, ഹല്ലേലൂയ. പിടികിട്ടിയവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. ആ ഉറപ്പുള്ളവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. നീ നന്മ അനുഭവിക്കുവാനുള്ള സമയം ഒരു കാരണവശാലും തെറ്റത്തില്ല. ആമേൻ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഹല്ലേലൂയ. സമയം തെറ്റുകയില്ല. ഹല്ലേലൂയ. സമയം തെറ്റുകയില്ല. ഞാൻ പിന്നെയും ആ പദം പറയുന്നത് ഒരു ഭയങ്കര പ്രൊഫറ്റിക്കലി വേർഡാണ്. ഹല്ലേലൂയ. എത്ര പേർ അത് അങ്ങനെ അങ്ങ് എടുക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആത്മാവിൽ നിങ്ങൾ ഈ മാസം അതിനങ്ങനെ സ്വീകരിക്കണം. ഏപ്രിൽ മാസത്തിലേക്ക് നമ്മൾ കാല് കുത്താൻ പോകുകയാണ്. എനിക്ക് തോന്നുന്നത് ഇന്ന് നാളെയാണെന്ന് തോന്നുന്നല്ലോ. ഹല്ലേലൂയ. 1-ാം തീയതി ഇന്ന് ഈ മാസത്തിൻ്റെ മാർച്ച് മാസത്തിൻ്റെ അവസാന ദിവസം നമ്മൾ വന്നെത്തി നിൽക്കുകയാണ്. ഇന്ന് രാത്രി പരിശുദ്ധ ആത്മാവ് നിങ്ങളോട് പറയാൻ പറയുന്ന പ്രവചന ശബ്ദം, പറയാൻ പറയുന്ന പ്രവചന ദൂത്, സമയം തെറ്റത്തില്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരി കഴിഞ്ഞു, മാർച്ചും കഴിഞ്ഞു. പക്ഷെ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ നിങ്ങളോട് കൈമാറുകയാണ്. ഹല്ലേലൂയ. സമയം തെറ്റത്തില്ല. സമയം തെറ്റത്തില്ല. സമയം തെറ്റത്തില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ വാഗ്ദത്തത്തിന്റെ സമയം തെറ്റത്തില്ല. നിന്റെ നിയോഗത്തിന്റെ സമയം തെറ്റത്തില്ല. നിന്റെ വിടുതലിന്റെ സമയം തെറ്റിപ്പോകത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. പലർക്കും പലതും തെറ്റിയാലോ, പലയിടത്തും പലതും ലേറ്റായാലോ, ഹല്ലേലൂയ, ഒരുപക്ഷെ അല്പം താമസിച്ചെന്ന് തോന്നിയാലോ, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, സമയം തെറ്റത്തില്ല. എൻ്റെ മുന്നിലിരിക്കുന്ന ദൈവജനത്തോട് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രവചന ശബ്ദം കൈമാറുകയാണ്. സമയം തെറ്റത്തില്ല. ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളും ഈ ക്ലോക്കിൻ്റെ ബാറ്ററി തീർന്നെന്നിരിക്കട്ടെ. ആമേൻ. നമ്മൾ
ഇപ്പോൾ 10 മണിക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒന്നെങ്കിൽ അതിൻ്റെ ബാറ്ററി തീർന്നു, അല്ലെങ്കിൽ സ്ലോ ആയിട്ട് ക്ലോക്ക് ഓടുക. നമുക്ക് 10 മണിക്ക് ഒരു മെഡിസിൻ കഴിക്കണം, 10 മണിക്ക് ഒരു ടാബ്ലറ്റ് കഴിക്കണം. ഇത് നമ്മൾ ക്ലോക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഈ ടൈം നോക്കി, അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ കയറാൻ, ഒരു ട്രെയിനിൽ പോകാൻ, എന്തുമാകട്ടെ, ഏത് ഒരു ട്രെയിൻ അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു യാത്രയ്ക്ക് നമ്മൾ പ്രിപ്പയർഡായി, ഹല്ലേലൂയ, അതിനുവേണ്ടി റെഡിയായി, നമ്മൾ അതിനുവേണ്ടി സെറ്റായി, വീട്ടിൽ നിന്ന് 10 മണിക്ക് പ്രാർത്ഥിച്ചിറങ്ങണം എന്ന് ചിന്തിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഹല്ലേലൂയ, കുറച്ച് സമയം കഴിയുമ്പോൾ, ഒരു പക്ഷേ നമ്മൾ വന്ന് നോക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ സമയം 10 കാണത്തില്ല, 9 മണിയെ നമ്മുടെ ക്ലോക്കിൽ കാണത്തുള്ളൂ. പക്ഷേ ക്ലോക്കിന് ഹല്ലേലൂയ 9 മണി കാണിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു പക്ഷെ 10 മണിയായി കാണും. നിന്റെ ക്ലോക്കിൻ്റെ സൂചി, നമ്മുടെ ക്ലോക്കുകളുടെ സൂചി സ്ലോയായി ഒരു പക്ഷേ ഓടിയത് കൊണ്ട്, അല്ലെങ്കിൽ ലേറ്റായി ഓടിയത് കൊണ്ട് നമുക്ക് 9 മണിയായിട്ട് കാണും. പക്ഷേ മറ്റ് വാച്ചിലോ മൊബൈലിലോ ഒക്കെ സമയം 10 മണിയായി കാണും. ഈ സമയം ആകുമ്പോൾ ട്രെയിൻ പോകുമെന്നിരിക്കട്ടെ, അല്ലെ ബസ് പോകുമെന്നിരിക്കട്ടെ, ആ സമയം നോക്കിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ 9 മണിയായതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതിനനുസരിച്ച് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ സ്ലോ ആക്കി നമ്മൾ വീട്ടിൽ നിന്നിറങ്ങിയാൽ ഹല്ലേലൂയ, നമുക്ക് വാഹനം നഷ്ടപ്പെട്ടു പോകും. അത് നമ്മൾക്ക് ലഭിക്കത്തില്ല, അല്ലെങ്കിൽ ആ കാര്യം നമുക്ക് ലഭിക്കത്തില്ല, ആ ട്രെയിനിൽ നമുക്ക് കയറി പോകാൻ കഴിയത്തില്ല, അങ്ങനെ മിസ്സാകും. ഇത് ലോകത്തിൻ്റെ ഒരു സംഭവമാണ്, ഇത് ലോകത്തിൽ നടക്കുന്ന. പക്ഷേ ഇവിടെ വാക്തത്വം ഈ വചനം പറഞ്ഞു വെച്ചിരിക്കുകയാണ്, അല്പം ലേറ്റായാലും, അല്പം താമസിച്ച് നീ ഇറങ്ങിയാലും, അപ്പം താമസിച്ച് ഹല്ലേലൂയ പോയാലും നിന്റെ സമയം തെറ്റത്തില്ലെന്ന്. ഹല്ലേലൂയ, അല്പം താമസിച്ച് പോയെന്ന് നിനക്ക് തോന്നിയാലും, ക്ലോക്കിൻ്റെ സമയം അല്പം താമസിച്ചാൽ അകത്ത് നിനക്ക് ചിന്ത വരും, ക്ലോക്കിൻ്റെ സമയം താമസിച്ചാൽ നിനക്ക് പോകാനുള്ള ബസ് ട്രെയിനൊക്കെ മിസ്സാകും. പക്ഷെ ഇവിടെ വചനത്തിൽ എഴുതി വച്ചിരിക്കുക, താമസിച്ചാലും നിന്റെ സമയം തെറ്റത്തില്ല. നിനക്ക് വരാനുള്ള വാഗ്ദത്തം, നിനക്ക് ലഭിക്കാനുള്ള വാഗ്ദത്തം, നീ പ്രാപിക്കേണ്ട വാഗ്ദത്തം, ഏതു പൈശാചിക ശക്തി വന്ന് സമയത്തെ തെറ്റിക്കാൻ നോക്കിയാലും ആത്മാവിൽ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി പറ, എന്റെ വാഗ്ദത്തത്തിന്റെ സമയം തെറ്റത്തില്ല. പദം ഭയങ്കരമായി ജനത്തോ ഇന്ന് രാത്രി ശക്തമായി ഇടപെടുകയാ. ചിലരുടെയൊക്കെ സമയം തെറ്റിച്ച് കളയുന്ന, ചിലരുടെയൊക്കെ സമയത്തെ തെറ്റിച്ച് കളഞ്ഞെന്ന് പറയിപ്പിക്കുന്ന, സമയം തെറ്റിപ്പോയി, ഇനി ഞാൻ പ്രാപിക്കത്തില്ല, ഇനി ഞാനത് കാണത്തില്ല, ഇനി ആ വാഗ്ദത്തത്തിൽ ഞാൻ കയറത്തില്ല, ഇനി ആ ശുശ്രൂഷയിലേക്ക് കയറത്തില്ലെന്ന് പറയുന്ന ആ മേഖലയെ നോക്കി ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, സമയം തെറ്റത്തില്ല. നിന്റെ സമയം തെറ്റത്തില്ല കേട്ടോ. ഷീന ആന്റി പരിശുദ്ധ പ്രവചിക്കുന്നു, സമയം തെറ്റത്തില്ല, സമയം തെറ്റത്തില്ല. തമ്പുരാൻ പറഞ്ഞ ടൈം തെറ്റത്തില്ല. ഒരുപക്ഷെ ക്ലോക്കിന്റെ ഹല്ലേലൂയ സൂചികൾ നിന്നു പോകും, വാച്ചിന്റെ സൂചികൾ നിന്നു പോകും, ചാർജ് തീരുമ്പോൾ ഒരുപക്ഷെ മൊബൈലിന്റെ സമയങ്ങൾ മാറിപ്പോകും. പക്ഷെ തമ്പുരാൻ ഒരു ടൈം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റിപ്പോകത്തില്ല, അത് തെറ്റിപ്പോകത്തില്ല, അത് തെറ്റിപ്പോകത്തില്ല. പക്ഷെ പലപ്പോഴും എന്തുകൊണ്ട് തെറ്റുന്നു, എന്തുകൊണ്ട് ലേറ്റ് ആകുന്നു, എവിടെയോ നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ പാകപ്പിഴകൾ സംഭവിക്കുന്നു. ഇസ്രായേൽ ജനം ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വന്നു. ജോൺസൺ ബ്രദറെ, അവരുടെ കയ്യിലെ കുഴപ്പം കൊണ്ടാണ് പിന്നെയും വർഷങ്ങളോളം നീണ്ടുപോയത് വാഗ്ദത്തം പ്രാപിക്കാൻ. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എവിടെങ്കിലും സമയം തെറ്റുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വന്ന ബലഹീനതകൾ കൊണ്ട്, എൻ്റെ ജീവിതത്തിൽ വന്ന തെറ്റുകൾ കൊണ്ട്,
എൻ്റെ ജീവിതത്തിൽ വന്ന പിറുപിറുപ്പുകൾ കൊണ്ട് എവിടെയെങ്കിലും വാക്തത്വം സ്ലോ ആയി പോകുന്നുണ്ടെങ്കിൽ എൻ്റെ നാവിനെ, എൻ്റെ വാക്കുകളെ ഒന്ന് ശുദ്ധീകരിക്കണമെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവചിച്ച പ്രവാചകന്റെ തെറ്റല്ല, ഹല്ലേലൂയ. തമ്പുരാൻ പറഞ്ഞത് മറന്നുപോയിട്ടല്ല. പലപ്പോഴും വാക്തത്വം പ്രാപിക്കുവാൻ തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ പലതരമായ ബലഹീനതകളോ കുറവുകളോ എന്തെങ്കിലുമൊക്കെ കൊണ്ടാണെങ്കിൽ ഇന്ന് രാത്രി കർത്താവിനോട് പറയണം, അപ്പ അത് പ്രാപിക്കുവാൻ എൻ്റെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ബലഹീനതയുണ്ടെങ്കിൽ അതിനെ ഒന്ന് ശുദ്ധീകരിക്കണമേ, അതിനെ ഒന്ന് കഴുകണമേ. ഒരു മടങ്ങി വരവ് എത്ര പേർ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നുണ്ട്? ഒരു മടങ്ങി വരവ് എത്ര പേർ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ. നിനക്കുള്ള സമയം, നിനക്ക് പറഞ്ഞിട്ടുള്ള ടൈം തെറ്റത്തില്ല. ഹല്ലേലൂയ. ഇവിടെ വായിച്ചു, ദർശനത്തിനൊരവധി വെച്ചിട്ടുണ്ട്. അപ്പം ഈ അവധിയിലിരിക്കുന്ന സമയം, അല്ലെങ്കിൽ ഈ വെയിറ്റിങ്ങിലിരിക്കുന്ന ടൈം, അതൊരു വലിയ പ്രശ്നമാണ് കേട്ടോ. ഈ ദൂതൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മളിങ്ങനെ നോക്കി കൗണ്ട് ചെയ്ത് കലണ്ടറെ നോക്കാമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ബൈബിളിൽ എഴുതി വെക്കാമെങ്കിൽ അങ്ങനെ, ഡെയിലി എടുക്കും നോക്കും, ഹല്ലേലൂയ, ഇങ്ങനെ നമ്മൾ നോക്കിയിരിക്കുക. അപ്പോൾ ഈ വാക്തത്വം ലേറ്റായി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഹല്ലേലൂയ. വാക്തത്വം ലേറ്റാകുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. കാരണം ലഭിക്കത്തില്ലേ, എന്തു പറ്റി, എന്താ കർത്താവേ, എൻ്റെ കുറവാണോ, എൻ്റെ പ്രവചിച്ച പ്രവാചകൻ്റെ പ്രശ്നമാണോ, ഹല്ലേലൂയ, എന്താണ്? അതല്ല. ഈ വാക്തത്വം നീ പ്രാപിക്കുവാൻ ഒരു ടൈമുണ്ട്. ഇത് പ്രാപിക്കുവാൻ ഒരു ടൈമുണ്ട്. ഈ ടൈമിൽ നീ എത്തുന്ന സമയത്തെ ഇത് നിൻ്റെ കരത്തിനകത്ത് ദൈവം തരത്തുള്ളൂ. കാരണം നിന്നോട് പറഞ്ഞ വാക്തത്വം നിവർത്തിപ്പാൻ കർത്താവ് ശക്തനാ. സുമേൻ്റെ കർത്താവ് ശക്തനാ. പറഞ്ഞ വാക്തത്വം നിവർത്തിക്കുവാൻ കർത്താവ് ശക്തനാ. ഹല്ലേലൂയ. ഇപ്പൊ ചിലതൊക്കെ ലേറ്റായി കിടക്കുന്നില്ലേ? ഇപ്പൊ ചിലതൊക്കെ എവിടെയോ ഹല്ലേലൂയ ഒന്ന് സ്ലോ ആയി നിൽക്കുന്നില്ലേ? അതിനർത്ഥം അത് ലഭിക്കത്തില്ലെന്നല്ല, അത് പ്രാപിക്കത്തില്ലെന്നല്ല, അത് നീ കാണത്തില്ലെന്നല്ല. ഹല്ലേലൂയ. അല്പം താമസിച്ചാലോ, ഹല്ലേലൂയ, നീ അല്പം നീണ്ടാലോ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അല്പ സംവത്സരം നീണ്ടുപോയാലോ അവിടെ കൊണ്ട് നിന്നെ എത്തിക്കാമെന്ന് പറഞ്ഞത് ഹല്ലേലൂയ തമ്പുരാനാണെങ്കിൽ ഏത് പ്രതിസന്ധിയുടെ നടുവിലോ സമയം തെറ്റാതെ നിന്നെ അവിടെ എത്തിക്കുവാൻ അത് വരും, നിശ്ചയം അത് വരുമെന്നേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പറഞ്ഞത് എൻ്റെ വാക്തത്വം വരും. ആമേൻ. ഹല്ലേലൂയ. വാക്തത്വം വരും. എൻ്റെ തലമുറയെ പറ്റിയുള്ള വാക്തത്വം വരും. എൻ്റെ ശുശ്രൂഷയെ പറ്റിയുള്ള വാക്തത്വങ്ങൾ വരും. ഹല്ലേലൂയ. എൻ്റെ മിനിസ്ട്രിയെ പറ്റിയുള്ള വാക്തത്വങ്ങൾ അത് നിറവേറും. ഹല്ലേലൂയ. ലോകത്തിലെ ഏത് കൊടികൊത്തിയ ശക്തി വന്ന് അത് അടച്ചു വെക്കാൻ നോക്കിയാലോ, അതിനെ അടയ്ക്കാൻ നോക്കിയാലോ, ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, നീ അത് പ്രാപിക്കേണ്ട സമയമാകുമ്പോ, നീ അത് കൈവശമാക്കേണ്ട സമയമാകുമ്പോ, ഹല്ലേലൂയ, സ്വർഗ്ഗത്തിലെ ദൈവം അത് തുറക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ ആത്മാവിൽ അതിനെ സ്വീകരിക്കുവാൻ പറ്റുന്ന ദൈവജനം കരമടിച്ച അല്പ മിനിറ്റുകൾ അന്യഭാഷയിൽ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോ, നീ ഇവിടെ ഇരുന്ന് കരമടിക്കുമ്പോ, നിന്റെ വാക്തത്വത്തെ സ്ലോ ആക്കി വെക്കുന്ന, നിന്റെ വാക്തത്വത്തെ എവിടെയെങ്കിലും മാല മൂടി വെക്കാൻ നോക്കുന്ന ആ പൈശാചിക മേഖലകൾ ഇന്ന് രാത്രി ആടിയറവെക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനൊരു അവധി വെച്ചിട്ടുണ്ട്. അബ്രഹാമേ, നിന്റെ വാക്തത്വം കിട്ടാൻ, കയ്യിൽ ലഭിക്കാൻ ഒരവധിയുണ്ട്. ഹല്ലേലൂയ, ഒരവധിയുണ്ട്. അതിനർത്ഥം സമയം കഴിയുന്നു, ദിവസങ്ങൾ കഴിയുന്നു, പ്രായം കൂടുന്നു, ഹല്ലേലൂയ, ത്വക്ക് ചുളുങ്ങുന്നു, ശരീരം ബലഹീനമാകുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഭാര്യ സഹോദരിക്ക് തീർത്തും വയ്യാതെയാകുന്നു, അവളുടെ ശരീരം ബലഹീനമാകുന്നു. എന്നാലും ഹല്ലേലൂയ, വൈകിയാലും
വരും നിശ്ചയം. ഓ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ച് പറയുകയാ, വൈകിയാലും വരും. ചിലതൊക്കെ വൈകിയാലും വരും കേട്ടോ സുജാനി. ചില വായ്ത്തത്വങ്ങളൊക്കെ വൈകിയാലും വരുമെന്നേ. ഹല്ലേലൂയ. ചില വായ്ത്തത്വങ്ങളൊക്കെ വൈകിയാലും വരും. അങ്ങനെ അങ്ങ് പറ, വൈകിയെന്ന് തോന്നിയാലോ. ഹല്ലേലൂയ. എന്നെ പറ്റിയുള്ളത്, എൻ്റെ തലമുറയെ പറ്റി ഞാൻ കേട്ടത്, ഹല്ലേലൂയ, അത് വരും നിശ്ചയം. എനിക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ വാഗ്ദത്തം വരും നിശ്ചയം. ഈ ഒരു ഉറപ്പാ വേണ്ടത്. പക്ഷേ ഈ വാഗ്ദത്തത്തിൻ്റെ ഹല്ലേലൂയ ഹല്ലേലൂയ ഈ അവധി ഇരിക്കുന്ന വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം, ആ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്തിൽ ഈ ഉറപ്പിനെ നഷ്ടപ്പെടുത്തി കളയും പിശാച്. ലഭിക്കുകയില്ല എന്ന് നിന്റെ ഹൃദയത്തിനകത്ത് പിശാച് ഇഞ്ചക്റ്റ് ചെയ്യും. നിനക്കതിനെപ്പറ്റിയുള്ള ഉറപ്പുകൾ നഷ്ടപ്പെട്ടു പോകും. അതിനെപ്പറ്റിയുള്ള ഉറപ്പുകൾ നഷ്ടപ്പെടും. അതിനെപ്പറ്റിയുള്ള വിശ്വാസം നഷ്ടപ്പെടും. ഹല്ലേലൂയ. ഒരു രോഗസൗഖ്യം ലഭിക്കും എന്ന് നീ ഒരു പ്രവചനം കേട്ടു, ഒരു ദൈവശബ്ദം കേട്ടു. ഹല്ലേലൂയ. പക്ഷെ നിൻ്റെ ശരീരത്തിനകത്തതൊന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതിനർത്ഥം നിനക്ക് ലഭിക്കത്തില്ല എന്നല്ല. പക്ഷെ ഞാൻ പറയട്ടെ, നീ ഓരോ ദിവസം നോക്കുമ്പോൾ ഒരുപക്ഷെ മാറ്റങ്ങളൊന്നും കാണുന്നില്ല, വിടുതലുകളുടെ ഒന്നും സിംറ്റംസ് കണ്ടില്ലെങ്കിലും ഹല്ലേലൂയ, നീ അകത്ത് വിശ്വസിക്കണം, എനിക്ക് ദൈവം സൗഖ്യം തരും. എൻ്റെ വിഷയത്തിനകത്ത് ദൈവം മറുപടി തരും. എൻ്റെ വിഷയത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഈ ഒരു നിശ്ചയം, ഈ ഒരു ഉറപ്പ് നിന്റെ മിനിസ്ട്രിയെ കർത്താവ് വളർത്തും. ഹല്ലേലൂയ. ഞാൻ സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ എനിക്ക് വേണ്ടി ദൈവപ്രവൃത്തി അയക്കൂ, എനിക്ക് വേണ്ടി ദൈവിക ഇടപെടലുകൾ നടക്കൂ, എനിക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഹല്ലേലൂയ ഉറവകൾ തുറക്കും. ഈ ഒരു നിശ്ചയം എന്തോ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ആരെയോ നോക്കി പ്രവചിക്കുകയാ. ഉറപ്പുകൾ നഷ്ടപ്പെട്ടു പോയ ചിലരെ പരിശുദ്ധാത്മാവ് ശക്തമായി തൊടുകയ. ഞാൻ ആരുടെ പേര് പറയുന്നില്ല. ഹല്ലേലൂയ. വാഗ്ദത്തത്തെ പറ്റിയുള്ള ഉറപ്പ് നഷ്ടപ്പെട്ടു പോയ ചിലർ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നു. ഹല്ലേലൂയ. ഈ ആണ്ടിൻ്റെ മാർച്ച് മാസവും കടന്നുപോയി. കേട്ട ദൈവശബ്ദം, അതിനെപ്പറ്റിയുള്ള ഉറപ്പ്, അതിനെപ്പറ്റിയുള്ള ഹല്ലേലൂയ ഉറപ്പുകൾ നഷ്ടപ്പെട്ടു പോയി. കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല സിസ്റ്ററെ, ലഭിക്കുമോ എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഉറപ്പില്ല. ഹല്ലേലൂയ. ഇങ്ങനെ പറയുന്ന ആരോ എന്നെ ഇന്ന് രാത്രി കേൾക്കുകയാ. പക്ഷെ ഞാൻ ആത്മാവിൽ വിളിച്ച് പറയാം, വരും നിശ്ചയം, നിശ്ചയമായിട്ട് വരും. ആമേൻ. അബ്രഹാമെ കേട്ടത് ദൈവശബ്ദമാ, കേട്ടത് ദൈവിക ശബ്ദമാ. ഹല്ലേലൂയ. അതെത്ര വർഷം കഴിഞ്ഞാലും നിന്റെ കരത്തിനകത്ത് വരും. എത്ര ദിവസം കഴിഞ്ഞാലും സൂസനാൻറ്റി അത് വരും. ഹല്ലേലൂയ. അത് വരുമെന്നേ. ഹല്ലേലൂയ. അതിന് ദിവസങ്ങളോ സമയങ്ങളോ ടൈമുകളോ ഒന്നും കർത്താവ് പ്രശ്നമല്ല. നീ അത് പ്രാപിക്കേണ്ട സമയമാകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നീ ചെയ്ത് കഴിഞ്ഞ്, ഹല്ലേലൂയ, നിനക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം നീ ചെയ്ത് കഴിഞ്ഞ്, കർത്താവേ ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്ന പീക്ക് ടൈമില്ലേ, ഹല്ലേലൂയ, ഇനി എന്നെ കൊണ്ട് വയ്യപ്പ എന്ന് പറയുന്ന ടൈമില്ലേ, ഹല്ലേലൂയ, ആ സമയമാകുമ്പോ നിന്റെ ദർശനം വരും നിശ്ചയം. ഹല്ലേലൂയ. നിന്റെ ദർശനം എത്ര പേർ ഇന്ന് രാത്രി ഏറ്റെടുക്കുന്നുണ്ട്? എത്ര പേർ ഇന്ന് രാത്രി ദൂതിനെ അങ്ങനെ അങ്ങ് സ്വീകരിക്കുന്നുണ്ട്? എനിക്ക് വയ്യപ്പ, ഹല്ലേലൂയ, ഞാൻ എൻ്റെ കരങ്ങൾ, ഹല്ലേലൂയ, ഇനി എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്ന് നീ എവിടെ പറയുന്നു? അവിടെ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങും. അവിടെ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. എവിടെ നിന്റെ കരത്തിൻ്റെ നിനക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന മേഖല എവിടെ അസ്തമിക്കുമോ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. കാരണം നിന്നോട് പറഞ്ഞത് ഒരു ദൈവശബ്ദം, ചുമ്മാ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയതല്ല. നീ കേട്ടതൊരു ദൈവശബ്ദമാ, നീ മനസ്സ് നീ അറിഞ്ഞതൊരു ദൈവശബ്ദമാ. നിന്നെപ്പറ്റി ദൈവത്തിൻ്റെ ഒരു പദ്ധതിയും പ്ലാനും ഉണ്ടെങ്കിൽ അതിനകത്ത്
മറ്റൊരു പൈശാചിക മേഖലയ്ക്ക് കയറി പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. ഒരുപക്ഷെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നിനക്ക് അതിൻ്റെ വാഗ്ദത്തത്തേക്ക് ലേറ്റാക്കാം. പക്ഷെ നീ സമയമാകുമ്പോൾ ഈ കേട്ട വാഗ്ദത്തം വെച്ച് ഹല്ലേലൂയ, പെട്ടെന്ന് എൻ്റെ അകത്തേക്ക് ഓടി വരുന്നൊരു സംഭവം ഞാൻ പറയാം. ലാസർ ദീനമായി കിടക്കുന്നു എന്ന് പോയി പറഞ്ഞ ഒരാളുണ്ട് യേശു കർത്താവിനോട്. ലാസർ ദീനമായി കിടക്കുകയാണ്. ഇത് പോയി യേശുവിനോട് പറഞ്ഞ ഒരാളുണ്ട്, സുമി ആൻറ്റി. അദ്ദേഹത്തോടാണ് പറഞ്ഞത്, യേശു ഈ ദീനം ലാസർ മരിക്കത്തില്ല. ഈ ശബ്ദം കേട്ടത് ഇദ്ദേഹമാണ്. പക്ഷേ ഇദ്ദേഹം വീട്ടിൽ ചെല്ലുമ്പോൾ എന്താ സംഭവിച്ചേ? ലാസർ മരിച്ചു. ഇനി ലാസർ ഇല്ല. കേട്ട ദൈവശബ്ദം അവിടെ പറയാൻ പറ്റുമോ ഇദ്ദേഹത്തിന്? കേട്ട പ്രവചന ശബ്ദം അവിടെ പറയാൻ പറ്റുമോ? കേട്ടിട്ട് വന്നത് എന്തുവാ? ലാസർ മരിക്കത്തില്ല, ഈ ദീനം മരണത്തിനല്ല. ഇതാ കേട്ടിട്ട് വന്ന പ്രവചനം. പക്ഷെ കണ്ടത് എന്തുവാ? വിപരീതമായ സാഹചര്യം. ഞാനങ്ങ് ചിന്തിക്കുകയാണേ, ഇദ്ദേഹം അവിടെ നിന്ന് ആരോടും പറഞ്ഞിട്ടുണ്ടാവോ എനിക്കറിയത്തില്ല. ഇതായിരുന്നു എന്നോട് പറഞ്ഞ ദൈവശബ്ദം. ദൈവത്തിന് തെറ്റിയോ? പറഞ്ഞ കർത്താവിന് തെറ്റിയോ? മനസ്സിൽ എത്രയെത്ര ചിന്തകൾ ഓടിപ്പോയി കാണും. പക്ഷെ ഞാനതിനെ തിരിച്ച് പ്രാർത്ഥനാ മുറിക്കകത്ത് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, ഇദ്ദേഹം അകത്ത് വിശ്വസിച്ച് കാണും, എന്നോട് പറഞ്ഞത് മരണത്തെ ജയിച്ചവനാ. ഹല്ലേലൂയ, ഞാൻ കേട്ട ദൈവശബ്ദം ഹല്ലേലൂയ മരിച്ച് മണ്ണടഞ്ഞ ഹല്ലേലൂയ ഒരാൾ പറഞ്ഞതല്ല, മരണത്തെ ജയിച്ചവൻ പറഞ്ഞ പ്രവചന ശബ്ദമാണ് ഞാൻ കേട്ടത്. ലാസർ മരിക്കത്തില്ലെന്ന്. ഹല്ലേലൂയ, ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, കല്ലറയുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോഴോ അദ്ദേഹത്തിൻ്റെ അകത്ത് പ്രവചന ശബ്ദം ഇങ്ങനെ തിളയ്ക്കും. ലാസർ മരിക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ? ഹല്ലേലൂയ, ഈ ദീനം മരിക്കത്തില്ല, മരണത്തിനല്ല. ലാസർ മരിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? എന്നിട്ടും എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? എന്തുകൊണ്ട്? പലപ്പോഴും നമ്മുടെ അകത്ത ചോദ്യമായത്. കേട്ട ദൈവശബ്ദം മറ്റൊന്ന്, ജീവിതത്തിൽ നടക്കുന്നത് വിപരീതമായത്. ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ജീവിതത്തിൽ വിപരീതമായത് നടന്നാലും പ്രതികൂലമായത് നടന്നാലും നിന്റെ വാഗ്ദത്തത്തെ ചോദ്യം ചെയ്യുന്ന സംഭവങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് നടന്നാലും ഒരു കാര്യം നീ വിശ്വസിക്കുക, കേട്ട ദൈവശബ്ദം ഉറപ്പായി നടക്കും. കേട്ട ദൈവശബ്ദം വരും നിശ്ചയം. ഹല്ലേലൂയ, ഞാൻ എപ്പോഴും പ്രസംഗ വാചകങ്ങൾ നിങ്ങളോട് പറയാനുള്ള പദപാട്, കല്ലറയുടെ അകത്ത് വെച്ചാലോ 4 നാളായാലോ നാറ്റം വമിച്ചാലോ 4 നാളായാലോ നാറ്റം വമിച്ചാലോ കേട്ട ഒരു ദൈവശബ്ദമുണ്ട്, ലാസർ മരിക്കത്തില്ല. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നാറ്റം വെച്ച വിഷയമില്ലേ, കല്ലറയ്ക്കകത്ത് വെച്ച വിഷയമില്ലേ, അതിനെ ഒന്ന് തിരുത്തി ചിന്തിക്കാമോ? പിശാചേ, നീ അത് അങ്ങനെ കൊണ്ടിട്ടാലോ എനിക്ക് ഉറപ്പുണ്ട് എന്റെ വിഷയം നാറ്റം വെക്കത്തില്ല, എന്റെ വിഷയം അവസാനിക്കത്തില്ല. നിങ്ങളുടെ മേൽ കിടക്കുന്ന വാഗ്ദത്തം പൂർത്തിയാകാതെ ഒരു ശക്തിക്കും നിന്നെ തൊടാൻ കഴിയത്തില്ല. കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പൊ ദർശനത്തിന് ഒരവധിയുണ്ട്. യോസഫ് ഭയങ്കര ഒരു ദർശനം കണ്ടു. എല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ്, ഞാൻ എടുത്ത് വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വലിയൊരു സ്വപ്നമാണ് കണ്ടേ. ഈ സ്വപ്നം കണ്ടപ്പം മുതൽ തൻ്റെ ലൈഫിനകത്ത് പ്രശ്നം തുടങ്ങി. സ്വപ്നം സഹോദരങ്ങളോട് എന്ന് പറഞ്ഞോ അന്ന് വിഷയം തുടങ്ങി. അപ്പോൾ പിശാചിൻ്റെ പോരാട്ടം നിൻ്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തത്തോടാ. ഹല്ലേലൂയ, നിന്നെ കാട്ടിലുപരി നീ പ്രാപിക്കേണ്ട വാഗ്ദത്തത്തോടാണ് പിശാചിന്
ഉള്ള ഫൈറ്റ്. ഇന്ന് രാത്രി ആത്മാവിൽ എത്ര പേർ തിരിച്ചറിയുന്നു നിന്റെ കുടുംബം രക്ഷിക്കപ്പെടും? ഇത് ദൈവിക വാഗ്ദത്തമാ. പക്ഷെ അതനുവദിക്കാതെ നിന്റെ വീടിനകത്ത് കൊണ്ട് പ്രശ്നങ്ങളിട്ട് നിന്റെ വീടിനകത്ത് പ്രതികൂലം സൃഷ്ടിച്ച് നിന്റെ വീടിനകത്ത് വഴക്കുകൾ സൃഷ്ടിച്ച് സമാധാനക്കേടുണ്ടാക്കി നീ ആ വാഗ്ദത്തം കാണത്തില്ല, നീ ആ വാഗ്ദത്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല, നീ ആ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച് ഉപവസിക്കത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, നീ ആ വാഗ്ദത്തം മറന്നുപോകുന്ന നിലയിലോ എന്താ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. ചില വാഗ്ദത്തങ്ങളൊക്കെ മറന്നുപോകുന്ന നിലയിൽ പൈശാചിക മേഖല കൂടാരത്തിനകത്ത് പ്രവർത്തിക്കുമ്പോൾ ഇന്ന് രാത്രി ആത്മാവിൽ നിങ്ങൾ പറയണമില്ല, അത് വരും നിശ്ചയ, അത് വൈകിയാലും വരും നിശ്ചയ. ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്, ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കുകയാ. എനിക്ക് ഉറപ്പുണ്ട് കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. എത്ര പേർ ഇന്ന് രാത്രി വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്? എത്ര പേർ ഇന്ന് രാത്രി വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്? ഉറച്ചൊന്ന് പറഞ്ഞാട്ടെ, അത് വരും നിശ്ചയം. വൈകത്തില്ല, 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 താമസിക്കത്തില്ല. ദൈവമക്കളെ, നിന്റെ വാഗ്ദത്തം താമസിച്ചു പോകത്തില്ല, നിന്റെ വാഗ്ദത്തം ലേറ്റ് ആകത്തില്ല. ഹല്ലേലൂയ. വലിയ സ്വപ്നമാക്കണ്ടേ? പക്ഷെ ഈ സ്വപ്നം പൂർത്തീകരിക്കുവാൻ യോസഫ് എത്ര ഘട്ടത്തിനകത്തുകൂടെ, എത്ര പ്രതികൂലത്തിനകത്തുകൂടെയാ കടന്നുപോയത്, എത്ര പ്രതിസന്ധിക്കകത്തുകൂടെയാ കടന്നുപോയത്. വചനം നമുക്കറിയാവുന്ന ഭാഗമാണ്. ഹല്ലേലൂയ. ഒരു വാഗ്ദത്തം പൂർത്തീകരിക്കണമെങ്കിൽ ചിലപ്പോൾ ചില പ്രോസസ്സിങ്ങിനകത്തുകൂടെ നീ കടന്നു പോകേണ്ടി വരും, ചില പ്രതികൂലത്തിനകത്തുകൂടെ നീ കടന്നു പോകേണ്ടി വരും, ചില പ്രതിസന്ധിക്കകത്തുകൂടെ നീ കടന്നു പോകേണ്ടി വരും. ഒരുപക്ഷെ ശരീരത്തിൽ ചില രോഗങ്ങൾക്കകത്തുകൂടെ നീ കടന്നു പോകേണ്ടി വരും. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാ, കടന്നു പോയാലും ഈ ദീനം മരണത്തിനല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ രോഗം നിന്നെ അവസാനിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, ഏത് ഡോക്ടർ നിനക്കെതിരെ നിന്റെ ദിവസങ്ങൾ എണ്ണി നിന്നെ പറഞ്ഞാലോ, തമ്പുരാൻ പറയാതെ നിന്റെ ശരീരത്തിൽ നിന്ന് ഒരു മുടി നാര് പോലും താഴെ പോകത്തില്ല. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, യോസഫിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്വപ്നം പ്രാപിക്കുവാൻ, ആ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുവാൻ താൻ ഒത്തിരിയധികം പ്രതികൂലത്തിനകത്തുകൂടെ കടന്നു പോകേണ്ടി വന്നു. ഒത്തിരി പ്രതിസന്ധിക്കകത്തുകൂടെ താൻ കടന്നു പോകേണ്ടി വന്നു. ഹല്ലേലൂയ. ചേട്ടന്മാരെടുത്ത് പൊട്ടക്കിണറിനകത്തിട്ടു. ഞാനങ്ങനെ ചിന്തിക്കുകയാണ്, പൊട്ടക്കിണറിനകത്ത് വീണപ്പോൾ പറഞ്ഞില്ല എനിക്ക് ഹല്ലേലൂയ എങ്ങും എത്തണ്ട. ഹല്ലേലൂയ. മിസ്രൈം കച്ചവടക്കാരുടെ കൂടെ നടന്നു പോയപ്പോൾ പറഞ്ഞില്ല എനിക്കെങ്ങും എത്തണ്ട. പൊത്തിഫറിന്റെ വീടിനകത്ത് ഹല്ലേലൂയ നല്ല സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു, അന്നേരം പറഞ്ഞില്ല. അവിടെ എല്ലാം പ്രതികൂലം വന്നപ്പോഴും, അവിടെ എല്ലാം പ്രതിസന്ധി വന്നപ്പോഴും തനിക്കൊരുറപ്പുണ്ട്, ദർശനത്തിനൊരവധിയുണ്ട്, ദർശനത്തിനൊരവധിയുണ്ട്. അത് വൈകിയാലും വരും, അത് വൈകിയാലും വരും. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, പൊട്ടക്കിണറിന്റെ അനുഭവത്തിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ, പ്രതികൂലത്തിന്റെ സാഹചര്യത്തിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ, നിന്നയുടെ അവസരത്തിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ, തകർച്ചയിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, ഇതെല്ലാം കഴിഞ്ഞാലോ നിന്റെ ദർശനത്തിനൊരവധിയുണ്ട്, നിന്റെ ദർശനത്തിനൊരവധിയുണ്ട്. അത് നീ പ്രാപിക്കുന്ന ഒരു സമയമുണ്ട്, അത് നീ പ്രാപിക്കുന്ന ഒരു ദിവസമുണ്ട്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഞാനത് പ്രാപിക്കുന്ന ഒരു സമയം. അനിലാൻറ്റി പ്രാർത്ഥിച്ചോ, ഞാനത് പ്രാപിക്കുന്ന ഒരു സമയം. ഏത് പ്രതികൂലത്തിനകത്തുകൂടെ കടന്നു പോയാലോ, ഏത് പ്രതിസന്ധിക്കകത്തുകൂടെ നീ കടന്നു പോയാലോ, കഷ്ടതയുടെ തീച്ചൂളക്കകത്തൂടെ നീ കടന്നു പോയാലോ, അതിനകത്ത് നീ വെന്തു പോകാതെ, അതിനകത്ത് നീ ഉടഞ്ഞു പോകാതെ, അതിനകത്ത് നീ ചാരമാകാതെ,
ഈ മാർച്ച് മാസത്തിന്റെ അവസാന ദിവസം നിങ്ങളോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. ഏപ്രിൽ മാസം നിങ്ങളുടെ വാഗ്ദത്തത്തിനകത്തേക്ക് നിങ്ങൾ സ്റ്റെപ്പ് എടുത്ത് വെക്കുകയാ. ആ ഏപ്രിൽ മാസം നിന്റെ വാഗ്ദത്തത്തിനകത്തേക്ക് നീ ആത്മാവിൽ കയറി പിടിക്കുന്ന എന്ന് നിനക്ക് പൊട്ടക്കിണറല്ല, എന്ന് നിനക്ക് പൊത്തിപ്പറിന്റെ ഭവനമല്ല, എന്ന് നിനക്ക് കാര്യാഗ്രഹമല്ല. നിന്റെ ദർശനത്തിനൊരവധിയുണ്ട്, നിന്റെ വാഗ്ദത്തത്തിനൊരവധി. യേശുവിന്റെ നാമത്തിൽ എന്നും നിന്റെ കണ്ണുനീരല്ല, എന്നും നിന്റെ കരച്ചിലല്ല. നാട്ടുകാർ പറയും ഹല്ലേലൂയ, ഇവൻ കരയത്തേയുള്ളൂ, ഇവന്റെ ദർശനം ഇവൻ പ്രാപിക്കത്തില്ല. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, ഇല്ല, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പറയണ ഇല്ല, ഞാനത് പ്രാപിക്കൂ, എനിക്കൊരു സമയമുണ്ട്. നിന്റെ തലമുറയെ നോക്കി പലരും പറയും ഹല്ലേലൂയ, ഇനി അത് നടക്കത്തില്ല. അവന്റെ തലമുറയെ കൊണ്ട് നീ ഹല്ലേലൂയ, നല്ലൊരു സമയം തലമുറയ്ക്കുണ്ടാകത്തില്ല. ഹല്ലേലൂയ. പക്ഷെ ആത്മാവിൽ നിങ്ങൾ പറയണം, ഇല്ല, ദർശനത്തിനൊരവധിയുണ്ട്, ദർശനത്തിനൊരവധി വെച്ചിട്ടുണ്ട്. അതതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടും, അതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വൈകിയാലും വരും, അത് വൈകിയാലോ എനിക്കറിയത്തില്ല. ഇന്ന് ഈ ദൂത് ചില കൂടാരത്തിനകത്തൊക്കെ ചിലതിനെ വിളിച്ചു കൊണ്ടുവരികയാ. എത്ര പേർക്ക് ഉറപ്പുണ്ട്, എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഏപ്രിൽ മാസത്തിൽ ഹല്ലേലൂയ 1-ാം തീയതി കാലെടുത്ത് വെക്കുന്നത് ചില വാഗ്ദത്തങ്ങളെ കയറി പിടിക്കാനാ. ചില വാഗ്ദത്തങ്ങൾ സ്വീകരിച്ചു ആൻറ്റി, ചില വാഗ്ദത്തങ്ങളെ കയറി പിടിക്കുകയാ. ഇപ്പോ ഈ വചനവുമായി കണക്റ്റായി ചില വാഗ്ദത്തങ്ങള് ഭയങ്കര ദൈവ സാന്നിധ്യം ഞാൻ കാണുന്നു, ആത്മാവിൽ ഞാൻ കാണുകയാ. ചില വാഗ്ദത്തങ്ങളെ ലേറ്റിയേൽപ്പിക്കുന്ന മേഖലകൾ, ചില വാഗ്ദത്തങ്ങളെ നീ അവകാശം പ്രാപിക്കാതെ, ചില വാഗ്ദത്തങ്ങൾ നീ പ്രാപിക്കാതെ, ചില വാഗ്ദത്തങ്ങൾ നീ കാണാതെ നിന്റെ കണ്ണിനെ മൂടിക്കളയുന്ന, നിന്റെ സമയത്തെ തെറ്റിക്കുന്ന ആ പൈശാചിക മേഖലകൾക്ക് മുകളിൽ ഇന്ന് നീ ജയമെടുക്കുന്നു. കരമടിച്ചു അല്പമിനിറ്റുകൾ അന്യഭാഷയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കോ. ജോൺസൺ ബ്രദറെ സ്വീകരിച്ചോ. ചില വാഗ്ദത്തങ്ങളെ ക്യാരി ചെയ്യാൻ തുടങ്ങുകയാ, ചില വാഗ്ദത്തങ്ങളെ ക്യാരി ചെയ്യാൻ ആത്മാവിൽ ചിലതിനെ സ്വീകരിച്ചോ. ഇനി ലേറ്റ് ആകത്തില്ല, ഇനി ലേറ്റ് ആകത്തില്ല. ആത്മാവിനോട് പ്രവചിക്കുന്നു, ഏപ്രിൽ മാസം ചിലതിനെ ക്യാരി ചെയ്യുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അസാധാരണമായ ദൈവ സാന്നിധ്യം ഞാൻ കാണുന്നു. ദർശനത്തിനൊരവധി വെച്ചിരിക്കുന്നു, ദർശനത്തിനൊരവധി. ഉദയന്റെ ദർശനത്തിനൊരവധിയുണ്ട്. നിന്റെ കുടുംബം രക്ഷിക്കപ്പെടുന്ന ഒരു ടൈം, ഹല്ലേലൂയ, നീ നന്മ അനുഭവിക്കുന്ന ഒരു സമയം, ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സമയം, നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടുവാൻ. നിന്നെ കുറിച്ച് പലരും പറയും, നീ അത് നടക്കത്തില്ല, നീ അത് പ്രാപിക്കത്തില്ല. പ്രാരംഭത്തിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ദാവീദ് പറയാം, എന്നെ കുറിച്ച് പലരും പറയുന്നു അവന് ദൈവത്തിങ്കൽ രക്ഷയില്ലെന്ന്. നാട്ടുകാർ പറയുന്നതല്ല നിന്റെ ലൈഫിനകത്ത് നടക്കുന്നത്, ചാർച്ചക്കാരി പറയുന്നതല്ല നിന്റെ ലൈഫിനകത്ത് നടക്കുന്നത്. ഹല്ലേലൂയ. ആരെങ്കിലും പറയുന്നതല്ല, അവര് പറയുന്നത് ഒരു ചെവി കൊണ്ട് കേൾക്കുമ്പോ പ്രാർത്ഥനാ മുറിക്കകത്ത് കയറി നിന്നിട്ട് പറയണം, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയോ, എന്റെ തല ഉയർത്തുന്നവനോ, ഓ നീയോ യഹോവേ. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയോ, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയോ. അസാധാരണമായ ദൈവ സാന്നിധ്യം ഞാൻ കാണുകയാ. ഓ നീയോ യഹോവേ, ആ ദൂത് ഭയങ്കരമായി ഇടപെടുന്നല്ലോ. സകലരും പറയും നിന്നെ കുറിച്ച് അവന് രക്ഷയില്ല, അവന്റെ വാഗ്ദത്തം നടക്കത്തില്ല, അവന് വിടുതലില്ല, അവന്റെ തലമുറ നശിച്ചു പോകും.
ഹല്ലേലൂയ. നീ അകത്ത് മുറിക്കകത്ത് കയറിയിരുന്നിട്ട് നിന്നെ നോക്കി പറയുന്നവരോട് നീ മറുപടി പറയാൻ നിൽക്കണ്ട. നിന്നെ കളിയാക്കുന്നവരോട് നീ മറുപടി പറയാൻ നിൽക്കണ്ട. നിന്നെ അപമാനിക്കുന്നവരോട് നീ മറുപടി പറയാൻ നിൽക്കണ്ട. നീ പ്രാർത്ഥന മുറിക്കകത്ത് കയറിയിട്ട് പറയണം, എനിക്ക് ഉറപ്പുണ്ട് ദർശനത്തിനൊരവധിയുണ്ട്, എൻ്റെ വാഗ്ദത്തത്തിനൊരവധിയുണ്ട്. അത് താമസിച്ചാലോ അത് വരും നിശ്ചയം. അത് കാണാതെ എൻ്റെ കണ്ണടയത്തില്ലെന്ന്. വാഗ്ദത്തങ്ങളെ കാണുന്നതിന് മുന്നേ, വാഗ്ദത്തത്തെ കൈവശമാക്കുന്നതിന് മുന്നേ കാലുകളുടെ ബലം ക്ഷയിപ്പിക്കുന്ന എന്താ പരിശുദ്ധയാത്മാവ് അങ്ങനെ തന്നെ പ്രവചിക്കുകയാ. ഹല്ലേലൂയ. ആ ഒരു മേഖലയിൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി വിടുതൽ തരിക. നീ നടന്നുകൊണ്ട് ഹല്ലേലൂയ പ്രാപിക്കേണ്ട വാഗ്ദത്തങ്ങൾ നീ അങ്ങനെ തന്നെ പ്രാപിക്കും. അത് മരിച്ചാലും അടക്കിയാലും നാറ്റം വെച്ചാലും 4 എൻ്റെ ഭാഷയിൽ പറഞ്ഞ 400 ദിവസം പോയെന്ന് പറഞ്ഞാലും വരും നിശ്ചയം. ആമേൻ. വരും നിശ്ചയം. ഹല്ലേലൂയ. വരും നിശ്ചയം. പൊട്ടക്കിണറിനകത്ത് വീണപ്പോൾ ഹല്ലേലൂയ എല്ലാവരും പറഞ്ഞു ഹല്ലേലൂയ തീർന്നു. ചേട്ടന്മാർ പറഞ്ഞു ഇനി എങ്ങനെയാ? അവൻ അവസാനിച്ചു. അവൻ കണ്ട സ്വപ്നവും അവസാനിച്ചു. ഹല്ലേലൂയ. അവൻ കണ്ട സ്വപ്നവും അവസാനിച്ചു. ഹല്ലേലൂയ. നമ്മുടെ മുന്നിൽ ആളാകുമെന്ന്. പക്ഷെ ഞാൻ പറയാം, കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ചരിത്രം തിരിയുകയാ. ദർശനത്തിനൊരവധി വച്ചിരിക്കുന്നു. ഇപ്പൊ ഈ സഹോദരന്മാരെവിടാ ചെന്ന് നിൽക്കുന്നത്? ഹല്ലേലൂയ. യോസഫിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുക. എന്തിനാ? ധാന്യത്തിന് വേണ്ടി. ഇപ്പൊ യോസഫ് അവർക്ക് കൊടുക്കണം. ആമേൻ. നിന്നെപ്പറ്റി ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞാൽ, നിന്നെപ്പറ്റി ദൈവം ഒരു ഹല്ലേലൂയ പ്രവചന ശബ്ദം പറഞ്ഞാൽ, പ്രതികൂല സാഹചര്യം കൊണ്ടുവന്നിട്ട് പിശാച് നിന്റെ വാഗ്ദത്തത്തിൻ്റെ മുകളിൽ എത്ര ഹല്ലേലൂയ മണ്ണിട്ട് മൂടിയാലും നീ ആത്മാവിൽ എഴുന്നേറ്റ് വരും. ഈ മാർച്ച് മാസം ചിലരൊക്കെ എഴുന്നേക്കാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. ഈ മാർച്ച് മാസം ചിലർ പുറത്ത് വരാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ വിളിച്ച് പറയാം, എത്ര പ്രതികൂലത്തിനകത്ത് പോയിട്ടും യോസഫ് സമയമായപ്പോൾ ഹല്ലേലൂയ കാരാഗ്രഹത്തിനകത്ത് കിടന്നു. തന്നെ ഓർക്കാമെന്ന് പറഞ്ഞവരൊക്കെ പോലും മറന്നുപോയി. ദൈവമക്കളെ, ഇങ്ങനെയാ ജനം, മനുഷ്യരൊക്കെ ഇങ്ങനെ ഓർക്കാമെന്നൊക്കെ പറയും. പക്ഷെ പലപ്പോഴും സാഹചര്യം അനുകൂലം അവർക്ക് സെറ്റാകുമ്പോൾ, അവരുടെ കാര്യം ഓക്കെ ആകുമ്പോൾ നമ്മളെ മറന്നു പോകും. പക്ഷേ മറക്കാത്തൊരു ദൈവം നിനക്കും എനിക്കുമുണ്ട്. ആ ദൈവമായ എന്നോട് പറഞ്ഞത് ഹല്ലേലൂയ, ദർശനത്തിനൊരവധി വച്ചിരിക്കുന്നെന്ന്. അതതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ വാഗ്ദത്തം നിങ്ങളുടെ കയ്യിലേക്ക് വരുവാൻ അതതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. ഹല്ലേലൂയ. അത് നിങ്ങൾ പ്രാപിക്കുവാൻ അതതിൻ്റെ ടൈമിലേക്ക് ബന്ധപ്പെടുകയാണ്. അത് വരും. ഇന്ന് വായി തുറന്ന് പറഞ്ഞാട്ടെ, വരും. ആമേൻ. ഹല്ലേലൂയ. വരും നിശ്ചയം. ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം, കാത്തിരിക്കാൻ നിനക്കൊരു മനസ്സുണ്ടാകണം. ഹല്ലേലൂയ. കാത്തിരിക്കുന്നവരാ ശക്തിയെ പുതുക്കുന്നത്. ഈ കാത്തിരിപ്പിന് അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും കാത്തിരുന്നാൽ വലിയ ദൈവപ്രവൃത്തിയുണ്ട്. മാളിക മുറിയിൽ 120 പേര് കാത്തിരിക്കുക, വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുക. പക്ഷെ അവിടെ വെളിപ്പെട്ട ദൈവപ്രവൃത്തി. ഹല്ലേലൂയ. അവിടെ വെളിപ്പെട്ട ദൈവപ്രവൃത്തി. ഹുറബാലഭക്ഷപ്രവരഘടകസിയ ചൂടവന്തലം വൈഡപ്രവരഘടകസിയ. ഹല്ലേലൂയ.
അവിടെ വെളിപ്പെട്ട ദൈവപ്രവൃത്തിയില്ലേ, ഞാൻ പറയാം, കാത്തിരുന്നാൽ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. കാത്തിരിപ്പിൻ്റെ അവസാനം ഒരു ദൈവപ്രവൃത്തിയുണ്ട്. കാത്തിരിപ്പിൻ്റെ അവസാനം ഒരു വിടുതലുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, ഏതെങ്കിലുമൊക്കെ വിഷയത്തിനകത്ത് കാത്തിരിക്കുവാൻ കഴിയാതെ മനസ്സ് ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് കൈമാറുകയാ. ഇന്ന് മുതൽ കർത്താവേ, ഹല്ലേലൂയ, നിന്റെ ടൈം വരെ ദൈവമക്കളെ ഞാൻ പറയാം, തമ്പുരാൻ നമ്മളോട് പറഞ്ഞത് നടക്കും. ദൈവം നമ്മളോട് പറഞ്ഞ ദൈവശബ്ദം നടക്കും. നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നാൽ തക്ക സമയമാകുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ വചനം, നമ്മൾക്ക് ആ ലാസറിൻ്റെ ഭാഗമൊക്കെ വായിച്ചു വിടാൻ എളുപ്പമാണ്. നമുക്ക് നാറ്റം വെച്ചിടത്തുനിന്നാ പുറത്തു വന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിഷയം പുറത്തു വരത്തില്ലേ? നമ്മുടെ വിടുതൽ പുറത്തു വരത്തില്ലേ? ഹല്ലേലൂയ. നമ്മുടെ വിടുതലിന് ജീവൻ വെക്കുമെന്നേ. ഹല്ലേലൂയ. അങ്ങനെ അങ്ങ് ഉറപ്പിക്കുക, അങ്ങനെ അങ്ങ് വിശ്വസിക്കുക. അത് ഹൃദയത്തിൽ അതിനെ അങ്ങനെ അങ്ങ് എഴുതി ചേർക്ക്. അത് നടക്കും. ദർശനത്തിനൊരവധി വച്ചിരിക്കുന്നു. അതതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. കാത്തിരുന്ന് പ്രാപിക്കുവാൻ ഹല്ലേലൂയ. അവിടെ കാത്തിരുന്നവരെല്ലാം വചനം പഠിച്ചാൽ വിടുതലുകളെ പ്രാപിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആരെല്ലാം കാത്തിരുന്നോ, ആരെല്ലാം വെയിറ്റ് ചെയ്തോ, അവരുടെ മേലെല്ലാം ദൈവപ്രവൃത്തി നടന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിന്റെ വാഗ്ദത്തത്തെ ഇന്ന് രാത്രി ഒന്നുകൂടെ എഴുതി വച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളെ കയ്യിലെടുത്ത് ഒന്ന് കാത്തിരുന്ന് കർത്താവേ, നിന്റെ ടൈം വരെ ഞാൻ കാത്തിരിക്കാൻ തയ്യാറാ, ഇതെനിക്ക് നൽകണമെന്ന് എത്ര പേർ ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. എനിക്കുറപ്പുണ്ട് എൻ്റെ വാഗ്ദത്തം നടക്കുമെന്ന്. എനിക്കുറപ്പുണ്ട് എൻ്റെ മേൽ കേട്ട ദൈവശബ്ദം നിറവേറും. എൻ്റെ തലമുറയുടെ മേൽ കേട്ട ദൈവശക്തി നിറവേറുമെന്ന് എനിക്കുറപ്പുണ്ട്. അങ്ങനെ ഉറപ്പുള്ളവരൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഹല്ലേലൂയ. ഇത്രയുമുള്ള ഇന്ന് പറഞ്ഞ ദൈവശബ്ദം. ഹല്ലേലൂയ. സമയം തെറ്റത്തില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിങ്ങളുടെ വാഗ്ദത്തത്തിന് സമയം തെറ്റത്തില്ല. അത് കല്ലറയ്ക്കകത്തായാലും ഹല്ലേലൂയ, നാറ്റം വെച്ചാലോ, പ്രതികൂലം വന്നാലോ, വലിയ കല്ലുകൊണ്ട് ഉരുട്ടി വെച്ച് നീ കാണത്തില്ലെന്ന് ലോകം പറഞ്ഞാലോ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഹല്ലേലൂയ, നീ അത് പ്രാപിക്കും. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാ. എന്നൊരു പ്രൊഫറ്റിക്കൽ തലത്തെ കർത്താവ് ഇന്ന് രാത്രി ശക്തമായി തുറക്കുകയാ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഷീനാന്റിനി പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കുന്ന ആൻറ്റി, ചില വാഗ്ദത്തങ്ങളെയൊക്കെ ഈ ഏപ്രിൽ മാസത്തിൽ നീ പ്രാപിക്കുമെന്ന് പരിശുദ്ധയാത്മാവ് ആലോചന കൈമാറുന്നു. ഏപ്രിൽ മാസം 10-ാം തീയതിയുമായി ബന്ധപ്പെട്ട് എന്തോ ഭയങ്കരമായ ചില വിടുതലുകൾ നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടുമെന്ന് പരിശുദ്ധയാത്മാവ് ആലോചന കൈമാറുകയാ. വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. ചില ദൈവപ്രവൃത്തിയുടെ സമയങ്ങളാണെന്ന് പരിശുദ്ധയാത്മാവ് ആലോചന കൈമാറുന്നു. സമയം തെറ്റത്തില്ല. എന്തോ ആ പദം പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. സമയം തെറ്റത്തില്ല. നിന്റെ വീടിനകത്ത് വെളിപ്പെടേണ്ട നന്മകളെ, വെളിപ്പെടേണ്ട വാഗ്ദത്തങ്ങളെ സമയം തെറ്റിച്ച് കളയുന്ന ചില മേഖലകളെ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ബ്രേക്ക് ചെയ്യുകയാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ സഹായിച്ചാട്ടെ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. രാമന ജപക്ഷ പ്രബല ഘടകസിയ ചൂടാമന രകക്ഷം ജാലപ്രബല ഘടകസിയ. സമയം തെറ്റത്തില്ല. ഹല്ലേലൂയ. നിന്റെ വാഗ്ദത്തം നടക്കും. നീ ഒരു വീടിനകത്തേക്ക് കയറണമെന്ന് ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ നീ അതിനകത്ത് കയറും. നീ ഒരു നന്മ പ്രാപിക്കണമെന്ന് ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ നീ ആ നന്മ പ്രാപിക്കും. അതിൻ്റെ സമയം തെറ്റത്തില്ല. നീ കയറണമെന്ന് ഏത് ദിവസം നിന്നെക്കാട്ടിൽ മുന്നമേ ദൈവം ഒരു പ്ലാൻ വെച്ചിട്ടുണ്ട്. നിന്നെക്കാട്ടിൽ മുന്നമേ ദൈവം ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിന്റെ സമയമാകുമ്പോൾ, അത് പ്രാപിക്കേണ്ട സമയമാകുമ്പോൾ ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി അത് തുറന്നു തരുമെന്ന് ഞാൻ പറഞ്ഞാൽ ആത്മാവിൽ അതിനെ സ്വീകരിക്കുവാൻ എത്ര പേർക്ക് ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ദർശനത്തിനൊരവധി വച്ചിരിക്കുന്നു.
ദർശനത്തിനൊരവധി വച്ചിരിക്കുന്നു. അതതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വൈകിയാൽ വരും നിശ്ചയം. ഈ ജനം കാത്തിരുന്ന് ചിലത് പ്രാപിക്കട്ടെ. ഈ ജനം ചില വിടുതലിലേക്ക് കയറട്ടെ. ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്യുക. പ്രാരംഭം മുതൽ ജോയിൻ ചെയ്ത എല്ലാവർക്കെയും കർത്താവെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ലൈഫിനകത്ത് വിടുതലുകൾ നടക്കട്ടെ, ദൈവപ്രവർത്തികൾ ഉണ്ടാകട്ടെ. ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ സമയം തെറ്റത്തില്ല. ആമേൻ. സമയം തെറ്റത്തില്ല. നമുക്ക് തെറ്റിയാലും തമ്പുരാന് തെറ്റത്തില്ല. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ക്ലോക്കിൻ്റെ സൂചിയോ അല്ലെങ്കിൽ അതിൻ്റെ ടൈമൊക്കെ അല്പം മാറിയിരുന്നാലും തമ്പുരാൻ്റെ ക്ലോക്കിൻ്റെ ടൈം തെറ്റത്തില്ല കേട്ടോ. ഹല്ലേലൂയ. തമ്പുരാൻ്റെ ക്ലോക്കിൻ്റെ ടൈം തെറ്റത്തില്ല. ആ സമയത്ത് നിങ്ങൾക്കുള്ള വിടുതലുകളെ കർത്താവ് നിങ്ങളുടെ വീടിനകത്ത് കൊണ്ടുതരും. പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളായിരിക്കാം. പുതിയൊരു മാസത്തിലേക്ക്, ഏപ്രിൽ മാസത്തിലേക്ക് നിങ്ങൾ കാല് വെക്കുകയാണ്. ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു ഈ മാസം നിങ്ങൾ ചിലത് പ്രാപിക്കും. സമയം തെറ്റാതെ നിങ്ങൾ ചിലത് പ്രാപിക്കും. എനിക്ക് ഉറപ്പുണ്ട് ചിലർ ഈ മാസം ചില വിടുതലുകൾ പ്രാപിക്കും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ജോയിൻ ചെയ്ത എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. വരുന്ന സാറ്റർഡേ 5-ാം തീയതി ഏപ്രിൽ മാസം 5-ാം തീയതി മാവേലിക്കര പുതിയാവ് YWC ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നു. നിങ്ങൾ പ്രിയപ്പെട്ടവർ, സാഹചര്യമുള്ളവർ നിങ്ങൾ അവിടെ കടന്നു വരിക. ഒരുമിച്ച് കർത്താവിനെ നമ്മൾക്ക് മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയമുണ്ട്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും അത് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ കറക്റ്റായി പറഞ്ഞു തരുന്നതായിരിക്കും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ജോയിൻ ചെയ്ത എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. വരുന്ന ആഴ്ചയിലും ഇതേ ലിങ്കിൽ നമ്മൾക്ക് ഒരുമിച്ച് ജോയിൻ ചെയ്ത് കർത്താവിനെ മഹത്വപ്പെടുത്താം. ആമേൻ. ഗാഡ് ബ്ലസ് യു.